നോമ്പെന്ന് പറയുന്നത് എങ്ങനെയാണെന്നും അത് ആചരിക്കേണ്ടതെല്ലാം അതിന്റെ ഇൻസ്ട്രക്ഷൻസും അതിന്റെ ഓരോ രീതികളും സ്വഭാവങ്ങളൊക്കെ തലമുറകളായി നമ്മൾ കേട്ടിട്ടുണ്ട്. യെശയ്യാ പ്രവചന പുസ്തകം 58-ാം അധ്യായത്തിൽ നോമ്പിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവം എങ്ങനെയാണ് നോമ്പ് ഇഷ്ടപ്പെടുന്നത്, എങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ നോമ്പാണ് ഇഷ്ടപ്പെടുന്നത് എന്നെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നോമ്പിനെ ശീലിക്കുകയും അതിനെ പ്രാപിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണമുള്ള ശ്രമം നടത്തുമ്പോൾ ആ നോമ്പിന്റെ ഭാഗമായി തീരുന്ന നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകുന്ന നമ്മുടെ ജീവിതത്തില് ഇതുവരെയുള്ള നമ്മുടെ ആരാധനകളും ഇതുവരെയുള്ള നമ്മുടെ പ്രാർത്ഥനകളും നമ്മെ സഹായിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവാൻ ഈ ഒരു സമയം ഞാൻ വിനിയോഗിക്കുക. നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗമാണ് കഴിഞ്ഞ നോമ്പ് നമ്മെ കടന്നുപോയ ഒരു നോമ്പുണ്ട്, 3 നോമ്പ്. യോനാ പ്രവചന പുസ്തകം നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ആ ഒരു പുസ്തകം തന്നെ വളരെ ലളിതമായതുകൊണ്ട് അത് വീണ്ടും ഈ ഒരു നിമിഷത്തേക്ക് ഞാൻ എടുക്കുകയാണ്. യോനാ പ്രവചന പുസ്തകം സ്വയമേ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന ശൈലികളും രീതികളുമാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടം BC 790-750 കാലഘട്ടങ്ങളിലാണ്. ആ കാലത്ത് ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. യെരോബെയാം രണ്ടാമന്റെ കാലമായിരുന്നു. ആ സമയത്ത് ഇസ്രായേലില് യോനാ പ്രവാചകന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വായിക്കുമ്പോൾ യോനാ പ്രവചന പുസ്തകം ആ ദൗത്യം ദൈവം കൊടുക്കുന്നത് യോനാ പ്രവാചകനോട്, നീ പോയി മഹാനഗരമായ നിനിവയിൽ പോയി പ്രസംഗിക്കുക എന്ന് പറഞ്ഞ സ്വന്തം ജനത്തിന്റെ അടുത്തല്ല, നീ മഹാനഗരമായ നിനിവയിൽ പോയി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. 4 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ വേദഭാഗത്തെ പഠിക്കുന്നത് നമ്മൾക്ക് അതൊരു പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയമോ ഒക്കെ നമ്മൾ വായിക്കുന്ന രീതി മാത്രമേ ഉള്ളൂ. അതിനെ ഓരോ പുസ്തകത്തെയും നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടത്. ആഴത്തിൽ പഠിച്ചെങ്കിൽ, ആഴത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വായിക്കുന്ന രീതിയോ ആ ശൈലിയുണ്ടോ, അതായത് പ്രാർത്ഥനയ്ക്ക് നമ്മൾ വായിക്കാൻ കുറച്ച് സമയം എടുക്കും, ആ സമയം കൊണ്ട് വായിച്ചു തീരും. അല്ലെങ്കിൽ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയം, അത് കഴിഞ്ഞ് അതിനപ്പുറം നമ്മൾ ഈ വേദഭാഗത്തെ നമ്മൾ ഇരുന്ന് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ യോനാ പ്രവചന പുസ്തകം ഞാൻ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് ഈ പ്രവാചകന്റെയോടൊപ്പമുള്ള നമ്മുടെ ഒരു യാത്രയാണ്. ഈ പ്രവാചകൻ പോകുന്ന വഴികൾ, പ്രവാചകന്റെ സംഭാഷണം, പ്രവാചകൻ മറ്റുള്ളവരോട് പുലർത്തുന്ന ചില സ്വഭാവ രീതികളുണ്ട്. ഇതെല്ലാം സാധാരണക്കാരായ നമ്മൾ ചെയ്യുന്ന അതേ രീതികൾ തന്നെ. അത് ആ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തെയും ദൈവത്തോടുള്ള നമ്മുടെ പെരുമാറ്റവും മറ്റു മനുഷ്യരോടുള്ള നമ്മുടെ പെരുമാറ്റവും എങ്ങനെ നിൽക്കുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടും. സുപരിചിതമായ ഭാഗമായതുകൊണ്ട് വളരെയധികം കൂടുതൽ കാര്യങ്ങളെ ഞാൻ അവിടെ പറയാതെ നമുക്ക് ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് കടക്കുകയും. യോന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമുണ്ട് പ്രാവ് എന്നാണ്. യോന ജീവിച്ച കാലം ഞാൻ സൂചിപ്പിച്ചു. പ്രവാചകനെ ദൈവം വിളിച്ച് വേർതിരിച്ച്, പ്രവാചകന്മാർക്കെല്ലാം ഒരു ദൗത്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രവാചകൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നു എന്ന് മാത്രമല്ല, തെറ്റിനെ തിരുത്തുക, ആ സാമൂഹിക വ്യവസ്ഥയിൽ ഇടപെടുക, ചില കാര്യങ്ങളെ ചോദ്യം ചെയ്യുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും പ്രവാചകന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓരോ പ്രവാചകനും അവർ ജീവിച്ച കാലഘട്ടങ്ങളിൽ നേരിട്ട പ്രതിസന്ധികൾ ഏറെയായിരുന്നു. മരണം പ്രാപിച്ച, അത് പറഞ്ഞാൽ കൊല്ലപ്പെട്ട പ്രവാചകന്മാരുണ്ട്, വളരെയധികം ഉപദ്രവം നേരിട്ട പ്രവാചകന്മാരുണ്ട്, യെശയ്യാ പ്രവാചകനെയൊക്കെ കൊല്ലുകയാണ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും അവർ ജീവിച്ച കാലഘട്ടങ്ങളിൽ വളരെ ബുദ്ധിമുട്ടി ജീവിച്ചതാണ്. സുവിശേഷം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ, അതായത് ദൈവവചനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറെ കഠിനമായിട്ട് അനുഭവപ്പെട്ട സാഹചര്യങ്ങളായിരുന്നു ഈ പ്രവാചകന്മാർക്കെല്ലാം ഉണ്ടായിരുന്നത്. സുവിശേഷം ഒരു മൃദുവായ മെത്തയൊന്നുമല്ല. അത് നമുക്ക് അനുഭവപ്പെടുന്ന, നമ്മൾ സുരക്ഷിതത്വത്തിന്റെ പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ അനുഭവപ്പെടുന്നു, നമുക്കത് ഫീൽ ചെയ്യുന്നു, നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. സുവിശേഷം യഥാർത്ഥത്തിൽ അനുഭവിക്കുമ്പോൾ
അത് കഠിനമേറിയതും അത് കടന്നു പോകുമ്പോൾ നമ്മളെ ചിലപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതുമായ ഒന്നാണ്. ദൈവം യോനാ പ്രവാചകനെ വിളിക്കുക. യോനാ പ്രവാചകനെ വിളിക്കുന്നത്, നീ മഹാനഗരമായ നിനിവയിൽ ചെന്ന് അതിനോട് പ്രസംഗിക്കുക എന്ന് പറയുന്നു. അതിന് കാരണം എന്താ? ഒന്നാമത്തെ വാക്യത്തിൽ തന്നെയുണ്ട്, 1-2 വാക്യങ്ങളുണ്ട്. അതിന് വിരോധമായി വേണം നീ പ്രസംഗിക്കാൻ. കാരണം അവരുടെ ദുഷ്ടത ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. മനുഷ്യന്റെ ദുഷ്ടത ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. നമ്മൾ സാധാരണ കേൾക്കുന്നത് എങ്ങനെയാ? മനുഷ്യന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നുവെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. മനുഷ്യന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നുവെന്ന് നമ്മൾ വായിക്കാറുണ്ട്. മനുഷ്യന്റെ ദുഷ്ടത ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. ദൈവം മനുഷ്യനെ നിരീക്ഷിക്കുന്നത് വളരെ പ്രത്യേകതയോടുകൂടിയാണ്. യോനായെ ഈ ദൗത്യം ഏൽപ്പിച്ചു. യോനായെ ഈ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ യോനായ്ക്ക് അവിടെ പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. യോനായ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു നാട്ടിൽ പോയി ആ നാടിന് വിരോധമായിട്ട് പ്രസംഗിക്കണം. അത് തന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് എന്ന് യോനായ്ക്കറിയാം. അതുകൊണ്ട് യോനായ്ക്ക് മടി തോന്നി. മറ്റൊന്ന്, മറ്റൊരു നഗരമായ വിജാതീയരുടെ നഗരമായ അസീറിയയിൽ, നിനിവയിൽ പോയി പ്രസംഗിക്കാനാ പറഞ്ഞു. അസീറിയ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഇറാഖിന്റെ ആ സ്ഥലത്തുള്ള നിനിവ, അവിടുത്തെ ഏറ്റവും വലിയ ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് പ്രസംഗിക്കാനാണ് ദൈവം പറയുന്നത്. പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ മനോഹരമായ സുവിശേഷമല്ല, അവര് തിരുത്താനുള്ള സുവിശേഷമാണ്. തിരുത്താനുള്ളതെന്ന് പറഞ്ഞാൽ അതിന് വിരോധമായിട്ട് പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിക്കാൻ യോനയ്ക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം സ്വന്തം ജനത്തിനോട് ദൈവത്തിന് തോന്നാത്ത ഒരു അനുഭാവം മറ്റു ജനത്തോട് തോന്നുന്നു. നമുക്കെല്ലാം അങ്ങനെയാണ്. നമ്മുടെ പുറത്തുള്ള ആളുകൾക്ക് നമ്മളെക്കാൾ കൂടുതൽ അഭിവൃദ്ധി അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകതകൾ കൂടി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മളെക്കാൾ കൂടുതൽ മറ്റാർക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഇവിടെ യോനയ്ക്ക് എങ്ങനെ അനുഭവപ്പെട്ടു? കാരണം ദൈവം വിജാതീയരായ നിനിവേക്കാരെ ശ്രദ്ധിക്കുന്നു. സ്വന്തം ജനമായ ഇസ്രായേലിനേക്കാൾ പരിഗണന വിജാതീയർക്ക് കൊടുക്കുന്നു എന്ന് യോനയ്ക്ക് തോന്നി. ഇതെല്ലാം കൊണ്ട് യോന നിനിവയിലേക്ക് പോകുവാനുള്ള താല്പര്യം കുറഞ്ഞു. അതുകൊണ്ടാണ് യോന തിരിച്ച് വടക്കോട്ട് പോകാൻ തന്നെ പറഞ്ഞു. പക്ഷെങ്കിൽ തർശീശിലോട്ടാ പോകുന്നത്. അങ്ങനെ പോകുമ്പോഴാണ്, അതിന്റെ കാരണമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ജനത്തിന്റെ ദുഷ്ടത അവിടെ എത്തിയിരിക്കുന്നത്. അതിന്റെ കാരണം നിനിവയിലെ ജനത്തിന്റെ ദുഷ്ടത ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. മനുഷ്യന്റെ ദുഷ്ടതയെല്ലാം ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ മാത്രമല്ല, ഇതെല്ലാം ദൈവസന്നിധിയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം എന്റെ 20-21 വാക്യങ്ങളുണ്ട്. നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 20-21 വാക്യങ്ങൾ. സോദോം ഗൊമോറയുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. സോദോം ഗൊമോറയുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. അവിടെ നിലവിളിച്ച ജനങ്ങളും ഉണ്ടായിരുന്നു, നിലവിളിക്കുന്നതിന് കാരണമായ ജനങ്ങളും ഉണ്ടായിരുന്നു. ആ നിലവിളി മാത്രമല്ല എത്തിയത്, അവരുടെ പാപം എത്തി എന്നാ പറയുന്നത്. 20-ാമത്തെ വാക്യത്തിലുണ്ട്, ഗൊമോറയുടെ നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമായിരുന്നു. അതായത് ദൈവത്തിന്റെ സന്നിധിയിൽ അവരുടെ അതികഠിനമായ പാപം എത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവം അതിനെ പരിഗണിക്കാതെ വിടുകയില്ല. അതുകൊണ്ടാണ് ദൈവം ദുഷ്ടത പ്രവർത്തിച്ച ആ ജനത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാ വരുന്നത്. നശിപ്പിക്കുമെന്ന് അവർക്ക് കൊടുത്ത പ്രസംഗം എന്തായിരുന്നു അറിയാം? യോനാ പ്രവചന പുസ്തകം 3-ാമത്തെ അധ്യായത്തിലുണ്ട്. യോന ചെന്ന് പ്രസംഗിക്കുക. 3 ദിവസത്തെ പ്രസംഗമാണ്. നമ്മുടെ നാട്ടിലെ ഒരു കൺവെൻഷൻ പോലാന്ന് വിചാരിച്ചു. 3 ദിവസമുള്ള വഴിയുള്ള ഒരു നഗരമാണ് നിനിവെ. ആ നിനിവയിലേക്കാണ് പ്രവാചകനെ അയച്ചപ്പോൾ പ്രവാചകൻ അവിടെ പ്രസംഗിക്കാൻ ആദ്യത്തെ ദിവസം, 1-ാം ദിവസം അവിടെ ചെന്ന് പറയുന്ന വാക്കാണ്, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനിവെ ഉന്മൂലമാകും.
ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനിവേ ഉന്മൂലമാകും. പ്രവാചകൻ പറഞ്ഞതാ. അവരോട് അനുദപിക്കാൻ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. കാരണം പ്രവാചകന് അത് ആ താല്പര്യവുമില്ലായിരുന്നു. പ്രവാചകൻ എന്നിട്ട് ഈ പ്രവചിക്കാനുള്ള വാക്ക് ദൈവം ആദ്യമേ കൊടുത്തിട്ടുണ്ട്, നീ എന്താണ് പ്രവചിക്കണമെന്നുള്ളത്. അങ്ങനെ ഇതെല്ലാം മനസ്സിൽ കിടന്നുകൊണ്ടാണ് പ്രവാചകൻ തർശീശ് നിനിവേയിലേക്ക് പോകാതെ തർശീശിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്നതിന്റെ കാരണമാണ് അവരുടെ ദുഷ്ടത. ഈ ദുഷ്ടതയൊക്കെ യോനായും അറിഞ്ഞിട്ടുണ്ടാകാം, അതിന്റെ പേടി കാണും. ഇതെല്ലാം ഉണ്ട്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒന്നാണ്, നമ്മൾ പ്രവർത്തിക്കുന്ന ഏത് കാര്യവും, നമ്മുടെ നിലവിളിയും പ്രാർത്ഥനകളും മാത്രമല്ല, നമ്മുടെ ദുഷ്ടതയും ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട്. അത് നമ്മൾ ആരോട് പ്രവർത്തിക്കുന്ന ഏത് രീതിയാണെങ്കിലും എന്തായിരുന്നാലും ദൈവം മനുഷ്യരെ ഓർക്കുക എന്ന് പറയുന്നു. ഓർക്കുക എന്ന് പറഞ്ഞാൽ സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, 130-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു വാചകങ്ങളിലൊന്നാണ്, കർത്താവേ നീ പാപങ്ങളെ ഓർത്താൽ ആർ നിലനിൽക്കും. കർത്താവേ നീ പാപങ്ങളെ ഓർത്താൽ ആർ നിലനിൽക്കും. ദൈവം മനുഷ്യന്റെ തെറ്റിനെ ഓർത്താൽ സംഭവിക്കുന്നതാണ് നിനിവേ സൊദോം ഗൊമോറയിൽ സംഭവിച്ചത്. സൊദോം ഗൊമോറയിൽ അവരുടെ തെറ്റുകളെ ഓർത്തതാ. തെറ്റുകളെ ഓർത്തപ്പോഴാണ് അവിടെ നശിപ്പിക്കുമെന്ന് പറഞ്ഞത്. നശിപ്പിക്കാതിരിക്കാൻ മറ്റു അബ്രഹാമും ഒക്കെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ നശിപ്പിക്കുമെന്ന് പറയുന്നത് അത് നശിപ്പിക്കുന്നതിനുള്ള കാരണങ്ങളായിരുന്നു കൂടിപ്പോയത്. അല്ലാത്തുള്ള പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ ചെറുതായി ദുർബലമായി പോയി. അതുപോലെ കഠിനമായ പാപമാണ് ചെയ്തിരുന്നത്. അവർ ചെയ്ത പാപങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ ആ നിനിവേയുടെ സൊദോം ഗൊമോറയുടെ പശ്ചാത്തലത്തിൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അതിന്റെ ഭാഗങ്ങളിൽ കിടപ്പുണ്ട്. അപ്പോൾ മനുഷ്യന്റെ തെറ്റുകളെ ദൈവസന്നിധിയിൽ എത്തും. നമ്മൾ വിചാരിക്കണം നമ്മുടെ തെറ്റുകളൊക്കെ ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്നത് ദൈവം നമ്മുടെ തെറ്റുകളെയൊക്കെ ക്ഷമിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ നമുക്ക് എന്തെങ്കിലും പ്രത്യേക പരിഗണന കിട്ടിയതുകൊണ്ടൊന്നുമല്ല. ദൈവം നമ്മുടെ പാപങ്ങളെയൊക്കെ മറന്നു കളയുന്നുണ്ട്. കർത്താവ് നമ്മുടെ പാപങ്ങളെ ഓർക്കാതെ വിടുകയാണ്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മളങ്ങനെ പരിഗണിക്കപ്പെടേണ്ട വ്യക്തികളൊന്നുമല്ല. നമ്മൾ പരിഗണിക്കപ്പെടാൻ നമ്മുടെ കുടുംബമോ നമ്മൾ ജീവിച്ച നമ്മുടെ പുരാതന നമ്മുടെ മുൻ തലമുറകളോ അവരുടെ ഒന്നും ആഭിജാത്യമോ ഒന്നുമല്ല. നമ്മൾ തന്നെയാണ് ഇതിനെല്ലാം നേരിടേണ്ടത്. നമ്മുടെ മാതാപിതാക്കൾ വരില്ല, സഹോദരങ്ങൾ വരില്ല. ദൈവം മുൻപാകെ നിൽക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടി വരുമ്പോൾ, ഇതിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ പാപങ്ങളെ ദൈവം ഓർക്കുന്നുവെങ്കിൽ അവിടെ പറയാൻ നമ്മുടെ കയ്യിൽ ഒന്നും മറുപടി കാണുകയില്ല. അതുകൊണ്ട് ഈ നിനിവയിലെ ജനത്തോട് പറയാനുള്ള അവരോടുള്ള ആ വാചകമുണ്ട്, നശിച്ചു പോകും എന്ന് പറയുന്ന ആ വാചകം നമ്മുടെ മുമ്പിലും ഇങ്ങനെ നിൽപ്പുണ്ട്. നിനിവയ്ക്ക് മാത്രമല്ല, നമ്മുടെ മുമ്പിലും ഇങ്ങനെ നിൽക്കുന്ന ഒരു വാചകമാണ്. നമ്മുടെ ഇന്നത്തെ കാലത്തെ ഓർത്ത് നമ്മൾ വിലപിക്കുന്നുണ്ട്. ഈ കാലത്തെ ഓർത്ത് വിലപിക്കുമ്പോൾ ഈ വാചകം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ നിൽപ്പുണ്ട്. ഉന്മൂലമാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയോ മാത്രമല്ല, നമ്മൾ നേരിടുന്ന നമ്മുടെ സ്വന്തം ഇടയിൽ നിന്ന് തന്നെ നേരിടുന്ന അപജയങ്ങളാണ്. ഒരു നഗരം നശിച്ചു പോകാന്, റോമാ നഗരം നശിച്ചു പോയത് പുറത്തുനിന്ന് എന്തെങ്കിലും ആക്രമണം ഉണ്ടായിട്ടല്ല, അതിന്റെ പതനം അതിന്റെ ഉള്ളിൽ തന്നെയാണ് വന്നത്. അങ്ങനെ നശിച്ചുപോയതാ മഹാസാമ്രാജ്യമായ റോം എന്ന് പറയുന്ന നഗരം. അപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ തീരെ നിസ്സാരാണ് നമ്മളൊക്കെ. അങ്ങനെയുള്ള മനുഷ്യരായ നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് എന്താണ് സാങ്കത്യമുള്ളത്? ഈ യോനാ പ്രവാചകൻ കൂടി ദൈവം കൊടുത്ത അടുത്ത ഒരു വാചകമുണ്ട്. ഇവരുടെ അടുത്തേക്ക് യോനാ പ്രവാചകനെ അയക്കുമ്പോൾ യോനാ പ്രവാചകന്റെ ഈ പ്രസംഗത്തിന്റെ സംഗതി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, നീ ഉന്മൂലമാകും. അതാണ് ഇവർ പറയുന്ന ഏക പ്രസംഗമാണ്. പക്ഷേ അനുദപിച്ച രീതികളും ശൈലികളും വ്യത്യസ്തമായിരുന്നു. അത് പ്രവാചകൻ പറഞ്ഞു കൊടുത്തില്ല. പ്രവാചകൻ പറഞ്ഞു കൊടുത്തേ ഇല്ല. എങ്ങനെ അനുദപിക്കണമെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ എങ്ങനെയോ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. പറഞ്ഞു കൊടുത്തത് നശിച്ചു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു അറിയിപ്പ് കിട്ടിയതേ ഉള്ളൂ. ജനത്തിന് മാറ്റം സംഭവിച്ചത്. പക്ഷെങ്കിൽ മാറാത്ത ഒരാളുണ്ടായിരുന്നു, അത് പ്രവാചകനായിരുന്നു. കാരണം യഥാർത്ഥ അനുതാപത്തോടെയോ ദൈവികമായ ഭക്തിയോടെ അല്ല പ്രവാചകൻ അതിനെ സമീപിച്ചത്. അത് ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും.
യോനയോട് പറഞ്ഞു, നീ വടക്കോട്ട് പോവുക എന്ന് പറഞ്ഞാൽ നിനിവയിലേക്ക് പോവുക. യോന നേരെ തെക്കോട്ടാണ് പോയത്. തർശീശിലോട്ട് പോകുന്ന കപ്പലിലാണ് കയറിയത്. അതായത് ദൈവസന്നിധിയിൽ നിന്ന് തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്നതാ. മനുഷ്യൻ മറ്റൊരു ദിക്കിലേക്ക് പോകും. എല്ലാ കാര്യവും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ദൈവസന്നിധിയിലെ എല്ലാ പ്രാർത്ഥനകളും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമുക്ക് കേടില്ലാതെ വരുന്ന ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കത്തുള്ളൂ. നമുക്ക് കേടില്ലാത്ത, നമുക്ക് ഒന്നും പ്രയാസം സംഭവിക്കരുത് എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും രീതികളുമേ നമ്മൾ അവലംബിക്കാറുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു സുരക്ഷിതത്തിന്റെ ഒരു രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അതല്ല, ഈ പ്രവാചകന് തന്റെ ജീവിതത്തോട് പോലും യാതൊരു സ്നേഹവും തോന്നാതെ ജീവിക്കുക. നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ കാണേണ്ടത് നിനിവയിലെ ജനങ്ങളെക്കാൾ ഈ പ്രവാചകൻ എങ്ങനെയാ ജീവിച്ചത്, പ്രവാചകനിൽ കൂടിയാണ് നമ്മളെ കാണേണ്ടത്. ഈ പ്രവാചകൻ പോയി കപ്പലിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ മുതലാണ് മാറ്റങ്ങൾ തുടങ്ങുന്നത്. പ്രവാചകൻ കയറിയ കപ്പലിൽ അതിന് ഇളകാൻ തുടങ്ങി. കൊടുങ്കാറ്റടിച്ചു, അതിന്റെ കടലെല്ലാം ഇളകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ പ്രവാചകന് എന്താ ചെയ്തത്? നമ്മൾ ഈ വേദഭാഗം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടുകയാണ്. യോന പോയിട്ട് ഈ കപ്പലിൽ കയറിയിട്ട് കപ്പലിന്റെ ഏറ്റവും അടിയിൽ പോയി കിടന്നു. സാധാരണ ഉറക്കമല്ലായിരുന്നു. വേദഭാഗം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവൻ അടിത്തട്ടിൽ കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പലൊക്കെ ഇറങ്ങുമ്പോൾ നല്ലവണ്ണം ഉറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊന്നും തന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. നമ്മളെല്ലാം ചിന്തിക്കുന്നത് അങ്ങനെ, ചുറ്റും നടക്കുന്നതൊന്നും നമ്മളെ ബാധിക്കുന്ന യാതൊരു വിഷയവുമല്ല. നമ്മളങ്ങനെയാ ചിന്തിക്കുന്നത്. ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നതാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയും ഈ ഭൂതലവും ഇതിന്റെ എല്ലാം അനുഭവത്തിൽ നിന്നാണ്. നമ്മൾ ഈ മണ്ണിൽ തന്നെ ഉള്ളവരാ. ഈ മണ്ണിൽ തന്നെ ഉള്ളതാ മറ്റു മനുഷ്യരും, ഈ ജീവജാലങ്ങൾ. ഇതിനയുടെ എല്ലാം ഭാഗമാണ് നമ്മള്. ഈ ശ്വാസം, നമ്മൾ എടുക്കുന്ന ശ്വാസവും അതിന്റെ സ്വഭാവവും എല്ലാം നമ്മുടെ കോശങ്ങൾ, മനുഷ്യരുടെ എല്ലാം, നമ്മുടെ എല്ലാം കോശങ്ങൾ അങ്ങനെ ഇതെല്ലാം വളർന്നുകൊണ്ടേ ഇരിക്കുക, നശിച്ചു പോകുന്നുണ്ട്. അതിനകത്തൊന്നും കേടുവരാതെ ഇരിക്കാൻ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ കോശങ്ങൾ വളരുന്നു. അതിന് ഇങ്ങനെയെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ലോകത്ത് മറ്റുള്ളവരെ പോലെ തന്നെ നമ്മളും നിൽക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു ജീവിതമാണ്. ആ ജീവിതത്തില് നമുക്ക് അതിനെ വികലമാക്കി തീർക്കുക. ഇവിടെ യോന പ്രവാചകൻ ഇതിന്റെ അടിത്തട്ടിൽ പോയി നല്ലവണ്ണം കിടന്നുറങ്ങുകയാണ്. ചുറ്റുപാടുകൾ നടക്കുന്നതൊന്നും ബാധിക്കുന്നില്ല. അവിടെ ഈ കിടന്ന് നല്ലവണ്ണം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ യോന പ്രവാചകനെ വന്ന് ഒരാൾ വിളിക്കുന്ന ആരാ? അവിടുത്തെ കപ്പൽ പ്രമാണി വന്ന് വിളിക്കുകയാണ്. യോന പ്രവാചകനെ വിളിക്കുക. അതിനു മുമ്പ് ഈ കപ്പൽ ഇളകാൻ തുടങ്ങിയപ്പോൾ ആ കപ്പലിലെ ജോലിക്കാർക്ക് പ്രാധാന്യമുണ്ട്. കാരണം യോനയേക്കാൾ വളരെ മികച്ചതായ രീതിയിലാണ് അവരുടെ ജീവിതം. അതവരുടെ മുന്നോട്ടുള്ള ആ വേദഭാവം വായിക്കുമ്പോൾ അറിയാം യോനായും ആ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ആ മനുഷ്യർ യോന അടിയിൽ കിടന്നുറങ്ങുമ്പോൾ ഈ മനുഷ്യർ കപ്പലിന്റെ മുകളിൽ കൂടി ഇടയ്ക്കിൽ കൂടി ഓടുകയാണ്. പ്രാണരക്ഷാർത്ഥം അവരുടെ ഉപജീവനത്തിനുള്ള വസ്തുക്കളെല്ലാം എടുത്ത് കടലിലെറിയുക, എങ്ങനെയും ജീവൻ നിലനിർത്തണം. അതിനവർ ഓടുകയാണ്. അതിനിടയ്ക്ക് അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനകളെല്ലാം നടക്കുന്നു. അതിനിടയ്ക്ക് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം പോയിരുന്നതല്ല, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയോടൊപ്പം അവരുടെ ജോലിയും ചെയ്യുകയാണ്. അവർ ജോലി ചെയ്യുന്ന എങ്ങനെ? അതിന്റെ കപ്പലിന്റെ ക്ഷതം ഒഴിവാക്കാൻ അവർ ഓരോ മാർഗം ശ്രമിക്കുക. അങ്ങനെ അവർ പ്രാർത്ഥിക്കുകയും അവർക്ക് ഏതൊക്കെ ദൈവത്തെയാണോ അവർ ആരാധിക്കുന്നത് ആ ദൈവത്തോടെല്ലാം അവർ പ്രാർത്ഥിക്കുക. അങ്ങനെ നിലവിളിച്ചുകൊണ്ട് അവർ ഓടുക. അങ്ങനെ ഓടുന്ന മനുഷ്യരുടെ ഇടയിലാണ് ദൈവത്തിന്റെ അഭിഷിക്തൻ പ്രവാചകൻ എന്ന് പറയുന്നയാൾ സുഖനിദ്രയായിട്ട് കിടന്നുറങ്ങുകയാണ്. തന്നെ ഒന്നും ബാധിക്കുന്നില്ല. അങ്ങനെ ബാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഈ പ്രവാചകനെ ഒരാൾ വന്ന് തട്ടി വിളിച്ചു. ആ കപ്പലിന്റെ പ്രമാണി വന്ന് തട്ടി വിളിച്ചു. ഈ പ്രവാചകനെ തട്ടി വിളിച്ചിട്ട് ചോദിക്കുക, നീ ആരാണ്? നീ എന്താണ്? നീ മാത്രം ഇങ്ങനെ? ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കുന്നു.
ചോദിച്ചത് ആരോടാണ്? ദൈവത്തിന്റെ പ്രവാചകനോടാണ്, ദൈവത്തിന്റെ അഭിഷിക്തനോടാണ് ചോദിച്ചത് ആരാണ്? ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് ധരിക്കുന്ന ഒരുവനോട് ചോദിക്കുകയാണ്, നീ പ്രാർത്ഥിക്കുന്നില്ലേ? നീ പ്രാർത്ഥിക്കുന്നില്ലേ എന്നൊരു ചോദ്യം. അത് നമ്മളോടെല്ലാമുള്ള ചോദ്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നതുകൊണ്ട് നമ്മൾ മുകളിലായി എന്ന് വിചാരിക്കുകയൊന്നും വേണ്ട. നമ്മളെക്കാൾ മേന്മയുള്ളവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കും. ഈ വേദഭാഗം ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ മതി. അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കും. പ്രവാചകനെ മറ്റൊരാൾ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന്റെ അതിനകത്ത് ഏറ്റവും വലിയ പ്രയാസം എന്താ? നമ്മൾ ഓർത്താൽ മതി. നമ്മളെ വിളിച്ച് മറ്റൊരാൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തോട് നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലേ നമ്മുടെ മക്കളോട് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പറ്റും. അല്ലാതെ മക്കളോട് നീ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞിട്ട് മറ്റൊരിടത്തേക്കോ മറ്റേതെങ്കിലും വഴിയിലേക്കോ തിരിഞ്ഞാൽ ഒന്നും മാറ്റം സംഭവിക്കുകയില്ല. നമ്മുടെ മക്കൾ തിരിഞ്ഞു പോകുന്നതിന് മറ്റാരെയും കുറ്റം പറയണ്ട. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്നതിന്റെ കാരണം എന്താ? നമ്മുടെ അപ്പനും അമ്മയും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥന നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ടാണ്. അവർ ആരാധനയ്ക്ക് പോയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ വരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഇച്ചിരി പാടുപെട്ടാണെങ്കിലും ആരോഗ്യം ക്ഷയിച്ചാലും എങ്ങനെയെങ്കിലും പള്ളിയിലൊന്ന് പോകണം എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അപ്പനും അമ്മയും പ്രാർത്ഥിച്ച് ബുദ്ധിമുട്ടി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മക്കൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്ന് നമ്മുടെ മക്കൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ മക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെങ്ങും പോവുകയില്ല. ഏത് തെറ്റുകളെയും തെറ്റാണെന്നും ശരിയാണെന്നും തിരിച്ചറിയാനുള്ള കഴിവ് അവർക്ക് കിട്ടും. കിട്ടുന്നത് എങ്ങനെയാ? നമ്മൾ വേദപുസ്തകം ഇതുപോലെ ഇരുന്ന് വായിച്ചാൽ മതി, അതിനെ പ്രാർത്ഥിച്ചാൽ മതി. കാരണം വേദപുസ്തകത്തിൽ നിന്നാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്ന രീതികളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെയും അതിൽ നിന്ന് പിതാക്കന്മാർ രൂപപ്പെടുത്തിയെടുക്കുക. അപ്പോൾ നമ്മളിതൊന്നും ചെയ്യാതെ നിന്ന് ദൈവസന്നിധിയിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല. അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെയാണ് തിരുത്തേണ്ടത്. പുറത്തുനിന്ന് ഒരാൾക്കും ഒന്നും തിരുത്താൻ പറ്റുന്ന ഒന്നല്ല. യോന അവിടെ കിടന്ന് അവനെ എഴുന്നേൽപ്പിച്ച് അവര് വിശദീകരിച്ച് അവനോട് അവനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഓർത്തോണം, ദൈവത്തിന് ഇത്രയും പ്രിയപ്പെട്ട ഒരാളെ ചോദ്യം ചെയ്യേണ്ടി വരികയാ മറ്റുള്ളവർക്ക്. നീ പ്രാർത്ഥിക്കുന്നില്ലേ? നമ്മളോടെല്ലാം ഈ ചോദ്യമുണ്ട്, നീ പ്രാർത്ഥിക്കുന്നില്ലേ? കാരണം നമ്മുടെ ചുറ്റും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഏറി വരുമ്പോൾ നമുക്ക് വേണ്ടിയല്ല, മൊത്തം അവര് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? അവനവൻ രക്ഷപ്പെടണമെന്നല്ല. ആ കപ്പലിനുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടിൽ നിന്ന് പ്രയാസം ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ അവര് നിലവിളിക്കുന്നത്. മുഴുവൻ പേർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ ആരാധനകളെല്ലാം അങ്ങനെയാണ്. ഒരാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, ഈ പ്രപഞ്ചത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. നമുക്ക് അങ്ങനെ തോന്നുന്നു. നമ്മൾ അത് ശ്രദ്ധിക്കാതെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് നമ്മുടെ ആരാധനകളിൽ നമുക്കുള്ള ശ്രദ്ധക്കുറവും നമുക്ക് അതിനുള്ള ചില കുറവുകളും നമ്മൾ നേരിടുന്നുണ്ട്. ആ കുറവുകൾ എന്ന് പറഞ്ഞാൽ നമ്മള് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ ഒത്തിരി വിചാരങ്ങൾ ഭരിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ട് ജീവിതത്തിൽ. ഈ പ്രയാസങ്ങളോടും ബുദ്ധിമുട്ടുകളോടും കൂടിയാണ് നമ്മൾ ദേവാലയത്തിലും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള പല ഇടങ്ങളിൽ നമ്മൾ നിൽക്കുന്നത്. അതെല്ലാം പരിഹരിക്കണം. പക്ഷെ ഇത് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തോട് നമുക്കൊരു സ്നേഹമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. യഥാർത്ഥത്തിൽ നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ? യഥാർത്ഥത്തിൽ ദൈവത്തോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ദൈവം എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് അനുഭവപ്പെടണം. നമ്മുടെ ഹൃദയത്തിൽ എന്തോ ഒരു മാറ്റം അനുഭവപ്പെടണം. ദൈവം എങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം എന്ന് പറയുന്നത് ഓരോ രീതിയിൽ അനുഭവപ്പെടുന്നത്. കാരണം നമുക്ക് അനുഭവപ്പെടാൻ പറ്റത്തുള്ളൂ. അടുത്തിരിക്കുന്ന ഒരാൾക്കുള്ള ദൈവ അനുഭവമല്ല മറ്റൊരാൾക്കുള്ളത്. നമുക്കെല്ലാമുള്ള ദൈവിക അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. കാരണം നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, നമ്മൾ എങ്ങനെ ദൈവത്തെ കാണുന്നു, ദൈവത്തോട് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, ദൈവത്തോട് നമുക്ക് എങ്ങനെ താല്പര്യമുണ്ട്, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയ അതായത് രണ്ടുപേർ തമ്മിലുള്ള സ്നേഹം, ഇഷ്ടം, അതെന്ന് പറയുന്നത് ഒരാളുടെ ഹൃദയത്തിൽ എങ്ങനെ
ഇടം നേടി എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയ. അപ്പോൾ ആ ആളിനെ പറ്റി, സ്നേഹമുള്ള ഒരാളെ പറ്റി പറയുമ്പോൾ ആ കണ്ണുകൾ നിറയാം, അല്ലെങ്കിൽ ആ സ്നേഹം തുടിക്കുക, ആ ഹൃദയം തുടിക്കാം. കാരണം അത്രയും താല്പര്യമുള്ള ഒരാൾ. ഈ ഒരു അനുഭവം നമുക്ക് ദൈവത്തോടുണ്ടോ? തോന്നാൻ സാധ്യതയില്ല. കാരണം ദൈവത്തെ പള്ളിയിൽ പോയി കാണുകയും പ്രാർത്ഥനയിൽ കാണുകയും വീട്ടിലെ ഏതാനും നിമിഷങ്ങളിൽ മാത്രം ദൈവത്തെ കാണുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ദൈവം എന്ന് പറയുമ്പോൾ ഒരു ഫീലിംഗ് ഇല്ലാത്തത്. 34-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യമുണ്ട്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവി. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവി. രുചിച്ചറിയണം. രുചി എന്ന് പറയുന്നത് എന്താ? ഒരു ടേസ്റ്റാ. നമുക്ക് താല്പര്യമുള്ള ഒരു വസ്തു, അത് എരിവാകാം, പുളിയാകാം, എന്തുമാകാം, അത് അവനവന് താല്പര്യമുണ്ടെങ്കിൽ അതവന് ഇഷ്ടമുള്ളതാകും, അവനതിനോടുള്ള താല്പര്യം. അതില്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ളതേ ആ താല്പര്യമേ വരികയുള്ളൂ. അതുപോലെ രുചി ഒരാൾക്ക് ഇങ്ങനെയാണെങ്കിൽ, ദൈവത്തെ രുചിച്ചറിയണമെങ്കിൽ ദൈവത്തെ അവനവന് അനുഭവിക്കണം, ദൈവത്തെ അവനവന് ഫീൽ ചെയ്യണം. ദൈവം എനിക്ക് എങ്ങനെയാണ്, അത് അനുഭവിച്ചെങ്കിലേ ആ ഫീലിംഗ് നമുക്ക് മനസ്സിലാവും. അല്ലാതെ നമുക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതല്ല. നീ പ്രാർത്ഥിക്കുന്നു പറഞ്ഞാലും ആ അനുഭവം ഉള്ളിൽ കയറുകയില്ല. നമുക്കെല്ലാം അങ്ങനെ. അതുകൊണ്ടാണ് നമുക്ക് ദൈവം എന്ന് പറയുമ്പോൾ ആ ദൈവം, നമുക്ക് പ്രാർത്ഥിക്കാം, ഇത്രയും ഒരു രീതിയേ ഉള്ളൂ. മറിച്ച് ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവസന്നിധി നിൽക്കുമ്പോൾ ഭയം തോന്നാറുണ്ടോ? ഇല്ല. കാരണം ദൈവത്തെ പറ്റി നമുക്കുള്ള ധാരണകൾ അങ്ങനെയാണ്. പിതാക്കന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വേദപുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അവർ ആദ്യം പറയുന്ന വാചകം എന്താ? ഞങ്ങൾ മരിച്ചു പോകുമെന്നാ പറയുന്നത്. നമുക്ക് ആ ഭയമില്ല. ഭയമില്ലാത്ത എന്താ? സ്നേഹം കൂടുതലുകൊണ്ടല്ല, നമുക്ക് അത്രയേ ഉള്ളൂ ധാരണ. ഇവിടെ ദൈവമുണ്ടോ അറിയില്ല. ചിലപ്പോ മബ്ദഹായോ ആൾട്ടറോ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് ദൈവ സാന്നിധ്യത്തെ നമുക്ക് ബോധിപ്പിക്കും. നമുക്ക് ദൈവത്തോട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല. ദൈവത്തെ നമ്മൾ രുചിച്ചറിയണം, നമ്മുടെ ഹൃദയത്തിൽ അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മള് 40 അല്ല 50, 60, 90 വയസ്സ് വരെ ജീവിച്ചാലും ദൈവം എന്ന് പറയുന്നത് ഈ ആരാധനാ പുസ്തകങ്ങളിലും ഈ വേദപുസ്തകത്തിലും ഈ ദേവാലയത്തിലും നമ്മൾ ആരാധിക്കാൻ എവിടെ കാണുന്നു അവിടെ മാത്രം കൊണ്ടുപോകും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയാതെ പോകും. യെശയ്യാ-പ്രവചന പുസ്തകത്തില് പറയുന്നുണ്ട്, ദൈവത്തെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിപ്പി, അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിച്ചു. ദൈവത്തെ കണ്ടെത്താവുന്ന കാലത്ത് വേണം അന്വേഷിക്കാൻ. നമുക്ക് സൗകര്യം ഉണ്ടാകുമ്പോഴല്ല, ഐസിയുവിന്റെ തണുത്ത സ്വഭാവത്തിൽ കിടക്കുമ്പോഴല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത്. കണ്ടെത്താവുന്ന കാലത്ത് അന്വേഷിക്കണം. അത് നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറയും അന്വേഷിക്കണമെങ്കിൽ, തെറ്റ് ശരിയും അവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ ദൈവത്തെ അന്വേഷിക്കണം. അപ്പോൾ അതിലെ ന്യായപ്രമാണവും അതിലെ ഉപദേശങ്ങളും പറഞ്ഞിട്ടുണ്ട്, നിയമാവലികൾ പറഞ്ഞിട്ടുണ്ട്, ഏതാണ് ശരി ഏതാണ് തെറ്റ്. അത് മാതാപിതാക്കൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ മക്കൾ അത് പുലർത്തിക്കൊള്ളൂ, അത് ഫോളോ ചെയ്തോളൂ. അത് എടുത്തു പറയേണ്ട കാര്യമല്ല. അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യമാണ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഈ ഒരു കോലാഹലങ്ങൾ, പ്രയാസങ്ങൾ, മക്കളിൽ നേരിടുന്ന ഒരുപക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളാരും സുരക്ഷിതരാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. പിടിക്കപ്പെടുമ്പോഴേ ആരും അറിയുകയുള്ളൂ. അതുവരെ എല്ലാരും വിചാരിക്കും അവന്റെ മക്കൾ സേഫ് ആണ്, എന്റെ മക്കൾ ഒന്നും ചെയ്യുകയില്ല. ഈ സാധാരണ അച്ഛന്മാര് ഈ എന്തെങ്കിലും കാര്യങ്ങളിലെ പരാതികൾ വരുമ്പോൾ മക്കളെ പേരൻസിനെ വിളിച്ചു പറയുമ്പോൾ അവർ ആദ്യം പറയുന്നത് എന്റെ മക്കൾ അങ്ങൊന്നും ചെയ്യുകയില്ല അച്ഛാ. ഏറ്റവും കൂടുതൽ പേര് കേട്ടിരിക്കുന്ന ഒരു ഉത്തരം മറുപടി. പക്ഷെ അത് യഥാർത്ഥത്തിൽ അന്വേഷിച്ച് നോക്കാൻ പോലും മെനപ്പെടുത്തില്ല, പറയുന്നവരെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ വാചകം വളരെ പ്രാധാന്യമുണ്ട്. അതിൽ 50% ശരിയായിട്ടുണ്ട്. കാരണം നമ്മുടെ നാട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തെറ്റു ശരിയും തിരിച്ചറിയാൻ ദൈവബോധം ഉണ്ടാകണം. ദൈവമായ ബോധവും അറിവും നമുക്കുണ്ടാകണം. ദൈവത്തെ അറിഞ്ഞുകൊണ്ട് മാത്രമായില്ല, വീണ്ടുമുണ്ട്. ഈ പ്രവാചകന് ദൈവത്തെ അറിഞ്ഞ ഒരാളാണ്. ദൈവത്തെ അറിഞ്ഞിട്ടും രക്ഷപ്പെട്ടില്ലെന്നുള്ളതിന്റെ തെളിവാണ് അവിടെ പോയി കിടന്നത്.
ദൈവത്തെ എല്ലാം അറിയാം, നമുക്കെല്ലാം അറിയാം, ദൈവത്തെ പറ്റി നമുക്ക് ധാരണയുണ്ട്, നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഈ പ്രവാചകനോട് ഇവര് പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യും? പ്രവാചകൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തു. ഉടനെ അവര് ആ കപ്പലിന്റെ ആൾക്കാർ, പ്രമാണിയുണ്ട്, അതിലെ ജോലിക്കാരുണ്ട്, അവര് നെടുകെ ഓടുകയാണ്. അവരവസാനം പറഞ്ഞ് ഞങ്ങൾക്ക് ചെയ്യാൻ ഒരു മാർഗമേ ഉള്ളൂ, ഇനി ചീട്ടിടുക, നറുക്കിടുക. ഇതെന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയണം. അങ്ങനെ അവരെ വളരെ പ്രയാസത്തോടുകൂടി ചീട്ടിട്ടപ്പോൾ നറുക്ക് വീണു. നറുക്ക് എങ്ങും പോയില്ല, യോനായ്ക്ക് തന്നെ കിട്ടി. കാരണം അതിന് അർഹനായ ഒരാളെ അതിലുള്ളായിരുന്നു. അങ്ങനെ യോനായെ കിട്ടിയപ്പോൾ യോനായെ വിളിക്കുന്നുണ്ട്. യോനായെ വിളിച്ചിട്ട് ഇവര് പറയുകയാണ്, അവർ വീണ്ടും വിശദീകരിപ്പിക്കുക, ചോദ്യം ചോദിക്കുക, നീ ആരാണ്, നീ എന്താണ്, നിന്റെ ജോലി എന്താണ്, നീ എവിടുന്ന് വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു, ഇതെല്ലാം ചോദിച്ചു. അവസാനം 10ാമത്തെ വാക്യത്തില് യോന പറയുന്ന മറുപടി ഉണ്ട്, യഹോവയുടെ സന്നിധിയിൽ ഞാൻ ഓടിപ്പോകുന്നു. അത് കേട്ടപ്പോ വീണ്ടും അവര് പേടിച്ചു. ഇനി അതിനകത്തൊന്നേ ചെയ്യുവാനുള്ളൂ, എടുത്ത് സമുദ്രത്തിൽ ഇടുക. പക്ഷെ യോന വളരെ കൂളായിരുന്നു. യോന കൂളായിരുന്നതിന്റെ കാര്യം എന്താ? വളരെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും കുഴപ്പമില്ല. അതാണ് ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ദൈവത്തെ അറിയുന്നു എന്ന് വിചാരിക്കുന്ന പലരും വിചാരിക്കുന്ന അവര് വളരെ കൂളാണെന്ന്. ഒന്നുമല്ല. യോന കൂളാണെങ്കിലും എന്ന് പറഞ്ഞാൽ യോന ഇതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷെങ്കിൽ യോന എന്ത് ചെയ്തു? യോനായെ ആ മനുഷ്യരെ ചീട്ട് നറുക്കിട്ട് വീണെങ്കിലും ആ മനുഷ്യര് യോനായേക്കാൾ മേന്മയുള്ളവരാണെന്ന് പറയുന്നതിന്റെ ഒരു കാരണമാണ്. ആ മനുഷ്യർ ഉടനെ യോനായെ എടുത്ത് കടലിലിടാൻ പോയില്ല. അതാണ് ആ കപ്പലിലെ ജോലിക്കാരുടെ നന്മ എന്ന് പറയുന്നത്. ആ മനുഷ്യരെന്താ, അവര് വീണ്ടും പോയത് തണ്ടു വലിക്കാനാ ഓടിയത്. ആ വേദഭാഗം വായിക്കുന്ന മനസ്സിലാവും. ആ മനുഷ്യർ വീണ്ടും പോയി തണ്ടു വലിക്കുക. എങ്ങനെങ്കിലും ആ മനുഷ്യനെ ഉപദ്രവിക്കാനല്ല നോക്കിയത്, അവരാ തണ്ടു വലിച്ച് എങ്ങനെങ്കിലും ആ പ്രയാസമുള്ള ഘട്ടം തരണം ചെയ്യാനാ നോക്കിയത്. നമ്മളാണെ അങ്ങനെ ചെയ്യുമോ? എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരാളാണ് കുറ്റമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനെ ഉപദ്രവിച്ച് നശിപ്പിച്ച് അവനെ ഇല്ലായ്മ ചെയ്യുവാനേ നമ്മൾ ശ്രമിക്കത്തുള്ളൂ. നമ്മളെല്ലാം അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മളെക്കാൾ മേന്മയുണ്ടായിരുന്നു ഈ നിനിവയിലേക്ക് പോകുന്ന, തർശീശിലോട്ട് പോകുന്ന ഈ കപ്പലിലെ ജോലിക്കാർക്ക്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചോണം, നമ്മളെക്കാൾ മേന്മയുള്ള നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളെക്കാൾ വളരെ കഴിവ് കുറഞ്ഞവരായിരിക്കും. നമ്മുടെ അത്രയും വിദ്യാഭ്യാസം കാണുകയില്ല, അറിവ് കാണുകയില്ല, പൊതുപരിജ്ഞാനം കാണുകയില്ല. പക്ഷേ അവർ നമ്മളെക്കാൾ മേന്മയുള്ളവരാ. നമ്മളെക്കാൾ സ്വഭാവം മാത്രമല്ല, അവരുടെ ജീവിതം കൊണ്ടും ഉന്നതിയില്ല. ആ കപ്പലിലെ ജോലിക്കാര് അവര് പോയിരുന്ന് തണ്ടു വലിക്കുക. അവര് തണ്ടു വലിച്ച് അവിടെ പറയുന്നുണ്ട്, 13ാമത്തെ വാക്യത്തിലുണ്ട്, അവർ കരക്കടക്കേണ്ടതിന് മുറുകെ തണ്ടു വലിച്ചു. സമുദ്രം കോപിച്ച് കോൾ പെരുകി വന്നുകൊണ്ട് അവർക്കത് സാധിച്ചില്ല. വീണ്ടും അവര് നിലവിളിക്കുക. അവര് പറയുകയാണ്, ഈ മനുഷ്യൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ എന്ന് പറഞ്ഞ അവസാനം അവർ ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? യോന വീണ്ടും പറഞ്ഞു, എന്നെ എടുത്ത വെള്ളത്തിലോട്ട് ഇട്ടോളാൻ. യോനായെ എടുത്ത് വെള്ളത്തിലിട്ടു, കടലിലിട്ടു. യോനായെ കടലിലിട്ടു. കടലിലിട്ട് കഴിഞ്ഞപ്പോൾ യോനായ്ക്ക് അതുവരെ സംഭവിച്ചൊരു കാര്യമുണ്ട്. ഈ മനുഷ്യരെല്ലാം പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടെ എങ്ങും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടും യോന പ്രാർത്ഥിച്ചായിട്ട് കാണുന്നില്ല. യോന പ്രാർത്ഥിച്ചു. എവിടെയാ? യോനയ്ക്ക് പ്രയാസം ഉണ്ടായപ്പോൾ യോന പ്രാർത്ഥിച്ചു. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ യോന അവിടെ നിന്നപ്പോൾ ചെയ്തില്ല. ആ മനുഷ്യരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യോന അവിടെ ഒരു കുഴപ്പമില്ല, താൻ കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന്റെ അഭിഷിക്തനാണെന്ന് പറഞ്ഞ് അവിടെ നിന്നു. യോനായ 2-ാം അധ്യായത്തിൽ യോനായെ എടുത്ത് കടലിലിടുന്നുണ്ട്. കടലിൽ നിന്ന് സമുദ്രത്തിൽ ആ മത്സ്യത്തിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് യോന പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? ഇതുപോലെ അവനവനെ അനുഭവിക്കാൻ തുടങ്ങുമ്പോഴേ പ്രാർത്ഥിക്കണമെന്ന് തോന്നുകയുള്ളൂ. മറ്റൊരാൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ നമുക്ക്, അത് നമ്മുടെ സ്വന്തപ്പെട്ടവരാണെങ്കിലേ ഉള്ളൂ. അല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും കാരണം വേണം. അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാറില്ല.
നമ്മൾ ഓർത്തോണം, ഈ മനുഷ്യൻ സമുദ്രത്തിന്റെ ഉള്ളിൽ, മത്സ്യത്തിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പ്രാർത്ഥിക്കാൻ തോന്നിയത്. പ്രാർത്ഥിക്കുക, അവിടെ കിടന്ന് യോന പ്രാർത്ഥിക്കുക. എന്ത് പെട്ടെന്നാ ഈ കാര്യങ്ങളെല്ലാം മാറി പറയുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം സുഖമായിട്ട് പോകുന്ന നമ്മൾ വിചാരിക്കുന്നത് ഒന്നുമല്ല. നിമിഷങ്ങൾ മാറി, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളല്ല, ഏത് സാഹചര്യങ്ങളും മാറിപ്പോകാൻ. നമ്മൾ കാനാവിലെ വിവാഹ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ വായിച്ചത്. എത്ര ഒരുങ്ങിയ ഒരു വീടാ, ആ വീട്ടിലെ പെട്ടെന്നാണ് അവിടെ ഒരു വിവാഹത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തിന് കുറവ് വന്നത്. ആ ഒറ്റ കുറവ് കൊണ്ട് ആ വിവാഹത്തിലെ ഉണ്ടാകുന്ന പ്രയാസം എന്തായിരുന്നു? എത്ര വർഷങ്ങൾ കൊണ്ട്, നമുക്കറിയാം ഒരു വിവാഹത്തിന് ഒരുങ്ങണമെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ഒരുങ്ങിയാണ് ഒരു വിവാഹത്തിന് അതിലേക്ക് ഒരുങ്ങി വരുന്നത്. അങ്ങനെ ഒരുങ്ങി വരുന്ന കണക്കുകൂട്ടുകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു വീട്ടിൽ പെട്ടെന്ന് അതെല്ലാം തകിടം മറിയുമ്പോൾ അവിടുത്തെ പെട്ടെന്ന് അവലെ വിരുന്ന് തന്നെ ഇല്ലാതാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സാധ്യത നമുക്കെല്ലാം ഉണ്ട്. നമുക്കെല്ലാമുള്ള സാധ്യതയാണ് എപ്പോൾ വേണമെങ്കിലും സാഹചര്യങ്ങൾ മാറാവുന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ 40, 45 അല്ല 50 വയസ്സുകളിൽ ജീവിക്കുന്ന നമ്മുടെ ഏറ്റവും സുരക്ഷിതമാണെന്ന് നമ്മൾ കരുതണ്ട. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഈ ബലം നിൽക്കുന്നത് എന്താ? ഞാൻ സമ്പാദിച്ചതും ഞാൻ ആർജിച്ചതുമായ പല കാര്യങ്ങളാണ് എനിക്ക് ബലം തരുന്നതെന്ന്. ഒന്നുമില്ല. നമ്മൾ നാളെ കടന്നു പോയാലും ഒന്നും സംഭവിക്കുകയില്ല. പിറ്റേന്ന് സൂര്യൻ ഉദിക്കും. ഈ പള്ളി ഉണ്ടാവും, ഈ ചുറ്റുപാടുകൾ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും നമ്മൾ പോയാൽ, നമ്മളില്ലെങ്കിൽ ഇവിടെ എല്ലാം ഒന്നും സംഭവിക്കുക, നമ്മളില്ലെങ്കിൽ ഇവിടെ എല്ലാം കുഴപ്പമാകുമെന്ന് നമ്മൾ വിചാരിക്കുക. ഒന്നും സംഭവിക്കത്തില്ല. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് തോന്നും നമ്മൾ പോയാൽ നമ്മുടെ വീട്ടുകാർ നിലനിൽക്കുകയില്ലെന്ന്. അത് നമുക്ക് തോന്നുന്ന മനുഷ്യൻ. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഈ ആത്മഹത്യയുടെ നമുക്ക് ഈ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുന്ന ഈ കാലമാണ് നമ്മളെല്ലാം കേൾക്കുന്ന. അതെന്തുകൊണ്ടാ? താനില്ലെങ്കിൽ ബാക്കിയെല്ലാം ഇല്ല എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടാ. പക്ഷെങ്കിൽ ഈ ഭൂമിയിൽ അത് അടുത്ത ഓപ്ഷൻ ഉണ്ടെന്നുള്ളൊരു ചിന്ത മനുഷ്യന് വേണം. ടോൾസ്റ്റോയുടെ ഒരു മനോഹരമായ കഥയുണ്ട്, പിന്നെ വായിച്ചാൽ മതി. ഒരു മനുഷ്യനെ 3 കഥകൾ കിടക്കുന്നതിലെ ഒന്നാണ്. ഒരു മാലാഖ സ്വർഗത്തിൽ നിന്ന് പതിച്ച് ആ മാലാഖയോട് സ്നേഹത്തെ പറ്റി ചോദിച്ചതിന്റെ ഒരു ഭാഗമാണ്. ഒരു 2 കുഞ്ഞുങ്ങൾ അനാഥമായി പോയി കഴിയുമ്പോൾ, അവരുടെ അപ്പനും അമ്മയും മരിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞ് എങ്ങനെ നിലനിൽക്കും എന്ന് ഉള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. അതിന്റെ ഉത്തരം കണ്ടെത്തി വിടാൻ ഒരു മാലാഖ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് ജീവിക്കുന്ന ഒരു ചെരുപ്പ് കുത്തിയുടെ അടുത്ത്, ചെരുപ്പ് തുന്നുന്ന ഒരാളുടെ അടുത്ത് ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ ഈ മനുഷ്യൻ നോക്കുമ്പോൾ ചെരുപ്പ് കുത്തിയുടെ അടുത്ത് ഒരു മനുഷ്യൻ ചെരുപ്പ് തുന്നാൻ വന്നു. അപ്പോൾ ഈ മനുഷ്യന്, ഈ മാലാഖ ഒരു ജോലിക്കാരനായിട്ടാണ് ചെരുപ്പ് കുത്തിയുടെ അടുത്ത് നിൽക്കുന്നത്. ചെരുപ്പ് തുന്നാൻ വന്ന മനുഷ്യൻ വന്നു പറഞ്ഞു, എനിക്കൊരു 40-50 വർഷം നിലനിൽക്കുന്ന ഒരു ചെരുപ്പ് വേണമെന്ന് തയ്ച്ചു തരാൻ പറഞ്ഞു. അവന് ഏറ്റവും മനോഹരമായ ചെരുപ്പിന്റെ തുകലിന്റെ താളുകളൊക്കെ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് തയ്ച്ചാൽ അത്രയും വർഷം ആ ചെരുപ്പ് നിലനിൽക്കുന്നു. അങ്ങനെ ഈ മനുഷ്യൻ ആ ചെരുപ്പ് തുന്നി, ഇത്ര ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ആ ചെരുപ്പ് തുന്നി. അന്നേരം ഈ മനുഷ്യൻ നിശബ്ദനായിട്ട്, ഈ ജോലിക്കാരൻ ആയിട്ടുള്ള മനുഷ്യൻ ഇവിടെ നിന്ന് നോക്കി നിൽക്കിയായി ചെരുപ്പ് കുത്തി തുന്നി കൊടുത്തു. അത് കണ്ടു, മേടിച്ചുകൊണ്ട് പോയി. പക്ഷെ ആ മനുഷ്യന് പിറ്റേ ദിവസം മരണപ്പെട്ടു പോവുകയായിരുന്നു. ആ ചെരുപ്പ് അവന് 40 വർഷത്തേക്ക് ഉപകരിച്ചില്ല. അതേസമയം തന്നെയാണ് ഈ 2 കുട്ടികൾ, അപ്പനും അമ്മയും മരിച്ചുപോയ 2 കുട്ടികൾ അവിടെ വന്നപ്പോൾ ആ കുട്ടികളുടെ കൂടെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അവര് വന്ന് ഈ കടയിൽ വന്ന്, ചെരുപ്പ് കുത്തുന്ന ഈ കടയിൽ വന്നിട്ട് നോക്കിയിട്ട് അവരും കടയുടെ ഉടമസ്ഥനോട് സംസാരിച്ചിട്ട് തിരിച്ചുപോയി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ നോക്കിയപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി, ആ മനുഷ്യൻ വന്ന എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ നിന്ന്, മാലാഖ ഇവിടെ നിന്ന് വന്നോ, അതിന്റെ ഉത്തരം അവിടെ കിട്ടി. ആ മനുഷ്യൻ ആ നിമിഷം തന്നെ അപ്രത്യക്ഷനാവുകയും ചെയ്തു. കാരണം 40 വർഷത്തേക്ക് 50 വർഷത്തേക്കുള്ള ചെരുപ്പ് തുന്നിക്കൊണ്ടുപോയ മനുഷ്യൻ അത് ഉപയോഗിച്ചില്ല. മറിച്ച് ജീവിക്കത്തില്ല എന്ന് കരുതിയ 2 മക്കൾ ഒരു സ്ത്രീയുടെ കൂടെ വേറൊരു സ്ത്രീ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ വളർത്തുന്നത് കണ്ടു. അപ്പോഴ് ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കും എന്ന് നശിച്ചുപോയില്ല എന്നൊരു ബോധം ആ മാലാഖയായിട്ട് വന്ന് ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യനുണ്ടായി.
നമ്മളിങ്ങനെ വിചാരിച്ചാൽ മതി. ഈ ഭൂമിയിൽ നമ്മളില്ലെങ്കിലും നാളെയും എല്ലാം നിലനിൽക്കും, സൂര്യൻ ഉദിക്കും, എല്ലാം വരികയും മാറുകയും ചെയ്യും. പക്ഷെ നമ്മളില്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ പിടിച്ചിരിക്കുന്ന ഈ പിടുത്തം ഉണ്ടല്ലോ, ആ പിടുത്തം അങ്ങ് വിട്ടാൽ മതി. നമ്മൾ വളരെ ലാഘവത്തിൽ ജീവിച്ചാൽ മതി. നമ്മൾ പിടിച്ചിരിക്കുന്ന ഈ പിടുത്തത്തിലാണ് നമ്മളെല്ലാം എന്ന് കരുതിയാ നിൽക്കുന്നത്, അതിനകത്തൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ ഈ യോനാ പ്രവാചകന്റെ മാറ്റം വന്നതുപോലെ, ആ കാനാവിലെ വീട്ടിലുണ്ടായ മാറ്റം പോലെ ഏത് നിമിഷവും മാറാവുന്ന ജീവിതമാണ് നമുക്കുള്ളത്. ആ ബോധം നമുക്കുണ്ടാവണം. അങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നേരിടാൻ പറ്റും. എന്റെ ഭാവി ഇങ്ങനെയാണ്, 50 വർഷം കഴിയുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ജീവിതം നരകതുല്യമാവും. നമ്മുടെ ജീവിതത്തിന് ഇത്രയും വലിയ മനോഹാരിത എന്തുകൊണ്ടാണെന്നറിയാമോ? നാളത്തെ ദിവസം എന്താണെന്ന് നമുക്കറിയത്തില്ല. നാളത്തെ ദിവസം എന്താണെന്ന് നമുക്കറിയാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് ഈ മനോഹാരിതയുള്ളത്. നമ്മളും ചിന്തിച്ചു നോക്കി, നാളെ എന്താണെന്ന് നമുക്കറിയത്തില്ല. നാളെ നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ ജീവിക്കുന്നുണ്ട്. നമ്മൾ ജീവിക്കണം. അവിടെയാണ് ജീവിതത്തിന്റെ ഭംഗിയുള്ളത്. ഇവിടെ ഈ മനുഷ്യൻ മത്സ്യത്തിന്റെ ഇടയിൽ ഉള്ളിൽ കിടക്കുക. അവിടെ നിന്നപ്പോഴാണ് പ്രാർത്ഥിച്ചത്. അവിടെ നിന്ന് അവനെ കൊണ്ടുവന്ന് നിനിവയിൽ കൊണ്ട് കരക്കടിച്ചു. ആ മത്സ്യം കൊണ്ടിട്ടു. അങ്ങനെ നിനിവയിൽ ഈ മനുഷ്യൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അവന് യഥാർത്ഥത്തിലുള്ള ആ താല്പര്യം എന്താണ്? ഇവർ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല അവൻ പോയി പ്രസംഗിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ദിവസം പോയി പ്രസംഗിച്ചു, നിനിവേ ഉന്മൂലമാകും. അങ്ങനെ നിനിവേ ഉന്മൂലമാകും എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്താ ചെയ്തത്? യോന എന്താ ചെയ്തത്? പോയിട്ട് മാറിയിരുന്നു. ആ ദിവസം ആ മനുഷ്യർ എന്ത് ചെയ്യുന്നു എന്നറിയാൻ. നമ്മൾ അങ്ങനെയാ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന അത് തന്നെയാ ഈ പ്രവാചകനും ചെയ്തത്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഒരു ആഗ്രഹം അത് നമുക്കുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് വിഷയമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഈ മനുഷ്യൻ പോയിട്ട് മാറിയിരിക്കുകയാണ്. നിനിവയിലെ ജനങ്ങൾ ആ ഒന്നാം ദിവസത്തെ പ്രസംഗമൊന്നുമില്ല, ഒന്നാം ദിവസം അവർക്ക് കൊടുത്തുള്ള അറിയിപ്പാ, നിനിവ ഉന്മൂലമാകും. പക്ഷെങ്കിൽ ഈ ജനങ്ങൾ എന്താ ചെയ്തെന്നറിയാം. ഈ മനുഷ്യൻ, നമ്മൾ വിചാരിക്കും ഈ മനുഷ്യനെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നും മനുഷ്യൻ തന്നെ, നമുക്ക് പുറത്തല്ല. നമുക്ക് തോന്നുന്നതാണ് ഈ ലോകാത്ഭുതം എന്ന് വെച്ചാൽ മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മാൻമെയ്ഡായിട്ടുള്ള കുറെ സംഭവങ്ങളാണെന്ന്. ഒരിക്കലുമല്ല. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഈ നമ്മളൊക്കെ തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത നിമിഷമെന്നോ അതിന്റെ എന്ത് ഭാഗമെന്നോ നമുക്കറിയത്തില്ല. പക്ഷെ നമുക്ക് ഏറ്റവും നന്നായിട്ട് അതിനെ നേരിടാനുള്ള കഴിവുണ്ട്, ഏറ്റവും മനോഹരമായിട്ട് പുഞ്ചിരിക്കാനുള്ള കഴിവുണ്ട്, ഏത് സാഹചര്യത്തെ നേരിടാനുള്ള ഒരു ബലം നമുക്കുണ്ട്. ഇത് മനുഷ്യനുണ്ട്, നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. ഇതറിയാൻ മേലാതെ വരുമ്പോഴാണ് ചില മനുഷ്യര് അവിവേകം കാണിക്കുന്നത്. അങ്ങനെ ഈ മനുഷ്യർ എന്താ ചെയ്തത്? ഇവർ ഈ നിനിവയിലെ ഈ പ്രവാചകൻ പോയി പ്രസംഗിച്ചത് അതിന്റെ ആദ്യ വഴി ചെന്ന ദിവസം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസം ഇവിടം വരെ ചെന്നു, അവിടെ കൊണ്ട് നിർത്തി അവിടെ വെച്ച് പ്രസംഗിച്ചു. അവിടെ വെച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രവാചകൻ പറഞ്ഞ ഈ വാക്കുകൾ അവിടുത്തെ ജനങ്ങളാ കേട്ടത്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായി ജോലി ചെയ്യുന്ന മനുഷ്യര് അവരുടെ അടുത്താ കേട്ടത്. അവരെല്ലാം എന്ത് ചെയ്തു? അവരെല്ലാം തന്നെ അനുദപിച്ചു. എന്ന് പറഞ്ഞാൽ അവര് ഉടനെ തന്നെ ആ വാക്കുകളുടെ തീവ്രത കേട്ടപ്പോൾ അവർക്ക് തങ്ങളുടെ കുറ്റത്തെ പറ്റി ബോധം വന്നു. അവരനുദപിച്ചു. ജനങ്ങൾ അനുദപിച്ച വാർത്തയാണ് രാജാവ് കേട്ടത്. നമ്മളെ വേദഭാഗം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ജനങ്ങൾ അനുദപിച്ചു എന്ന വാർത്തയാണ് രാജാവ് കേട്ടത്. മോളിൽ നിന്നൊരു കമാൻഡ് അല്ല വന്നത്, കമാൻഡ് പിന്നാണ് വരുന്നത്. നമ്മളെ ശ്രദ്ധിക്കേണ്ടതാ. നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് മുകളിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടോ, അച്ഛനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. അവരവരാ പ്രാർത്ഥിക്കേണ്ടത്. തെറ്റ് ശരിയും അവനവൻ തിരിച്ചറിയണം. അവനവൻ തിരിച്ചറിയുമ്പോഴാണ് ആ തെറ്റിന്റെ ശരിയുടെയും വില അറിയുന്നത്. ആ തെറ്റ് ശരി അവനവനെ തിരിച്ചറിയാൻ പറ്റൂ, പുറത്തുനിന്നുള്ള ഒരാൾക്ക് അറിയാൻ പറ്റുകയില്ല. ആ തെറ്റ് ശരിയും തിരിച്ചറിയുന്നത് എങ്ങനെ? അതിനെ നേരിടുമ്പോഴാണ്. ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. ജീവിതത്തെ അഭിമുഖീകരിച്ചേ പറ്റൂ. ആന്റണി ഡി മെല്ലോ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക പുരോഹിതനുണ്ട്, ജെസ്യൂട്ട്, ബോംബെയിൽ പൂനെയിൽ ജീവിച്ചു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ചെറിയ വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്,
ഒരു കാര്യം, ഒരു പലകയിൽ തറക്കേണ്ടത് ആണിയാണോ സ്ക്രൂ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി, ആദ്യം ആണി അടിച്ചു നോക്കുക. ആണി അടിച്ചു നോക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പോൾ മനസ്സിലാവും അതിൽ സ്ക്രൂ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇതുപോലെയാ നമ്മൾ ചെയ്തു നോക്കുക. നമ്മുടെ ജീവിതത്തെ നമ്മുടെ കയ്യിലായിരിക്കുന്നത്, നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ ഇന്നത് വരും എന്ന് പ്രതീക്ഷിച്ച് അവിടെ നിന്ന് ഏതെടുക്കണം, എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയല്ല, മുന്നോട്ട് പോവുക. കാരണം മുന്നോട്ടുള്ള വഴി നമ്മൾ ചെന്നെത്തിയെങ്കിലേ, ഒരു ജംഗ്ഷനിൽ എത്തിയെങ്കിലേ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ അറിയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ എത്തുന്നതിന് മുമ്പ് തന്നെ, തുടങ്ങുന്നിടത്ത് തന്നെ ഇടത്താണോ വലത്താണോ ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് മുന്നോട്ട് പോകണം. നമുക്കെല്ലാം ചെയ്യേണ്ടതെന്ന് മുന്നോട്ട് പോകണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഒരു നല്ല ജീവിതം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നും പേടിക്കേണ്ടതില്ല. ആ മുന്നോട്ടുള്ള ഈ ജീവിതമാണ് നമ്മുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് നമ്മൾ ഓർക്കണം. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം, ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയാത്ത നമ്മൾ എങ്ങനെയാ മറ്റൊരിടത്ത് പോയി ഇനിയും ജീവിക്കാൻ പോകുന്നു? ഈ ഭൂമിയിൽ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ജീവിക്കാൻ കഴിയാത്ത നമ്മൾ എങ്ങനെയാ മറ്റൊരിടത്ത് പോയി ഇതിലും മെച്ചമായ ജീവിതം ജീവിക്കാൻ കഴിയുന്നത്? ഇവിടെ അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ, ഭർത്താവ്, ഇങ്ങനെ എല്ലാ തലമുണ്ട്. ഇവരോട് നല്ല രീതിയിൽ പെരുമാറാൻ കഴിയാത്ത, ഇവരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയാത്ത നമ്മളെങ്ങനെയാ മറ്റൊരിടത്ത് പോയി മറ്റൊരാളോട് പെരുമാറാൻ കഴിയുന്നത്? നമ്മുടെ കൂടെയുള്ള ഇവരുടെ തെറ്റുകളെയും കുറവുകളെയും ക്ഷമിക്കാൻ കഴിയാത്ത നമ്മളെങ്ങനെയാ മറ്റൊരാളോട്, പുറത്തുള്ള ഒരാളോട് ക്ഷമിക്കുന്നത്? നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമാണ്. വിവാഹകൂദാശയൊക്കെ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷവും ആഹ്ലാദമാണ്. കാരണം എന്താ? നമ്മ ആ ഒരു ആഹ്ലാദത്തിന്റെ ദിവസം. പക്ഷെ ആ ആഹ്ലാദം കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വിങ്ങലായിട്ടും തേങ്ങലായിട്ടും പിന്നെ വിലാപമായിട്ടും മാറുകയാണ്. അതെന്തുകൊണ്ടാ? അത് വിവാഹം നടത്തിയ പള്ളിയുടെയോ പുരോഹിതന്റെയോ ദൈവത്തിന്റെയോ ഒന്നും കുഴപ്പമല്ല. മനുഷ്യൻ അതിനെ കൈകാര്യം ചെയ്യുന്നതിന്റെ കുഴപ്പമാണ്. മനുഷ്യൻ അതിനെ കൈകാര്യം ചെയ്യുന്നതിന്റെ കുഴപ്പമാണ്. കാരണം മനോഹരമായ ജീവിതത്തെ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിനെ എങ്ങനെ പെരുമാറണം എന്ന് നമുക്കറിയത്തില്ല. ഭാര്യയോട് പെരുമാറുന്നത്, ഭർത്താവിനോട് പെരുമാറുന്നത്, മക്കളോട് പെരുമാറുന്നത്, അപ്പനോടും അമ്മയോടും പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. കുറവുകളും കുറ്റങ്ങളും ഉള്ള ഈ ഒരു ലോകമാണ് നമ്മുടെ. ഇവിടെ പൂർണ്ണ മനുഷ്യനായിട്ട് ഒറ്റ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് കർത്താവ് യേശു മിശിഹാ മാത്രമാണ്. ബാക്കി എല്ലാവരും കുറ്റങ്ങളും കുറവുകളും ഉള്ള മനുഷ്യരാണ്. ഈ കുറവുകളും കുറ്റങ്ങളുമുള്ള ഈ മനുഷ്യരുടെ കൂടെ ജീവിക്കുമ്പോൾ അവരവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത്. കുറവുകളെയും കുറ്റങ്ങളെയും അവരുടെ രോഗങ്ങളെയും ഒഴിവാക്കി ഒന്നും ഒരു ജീവിതം ഒരിക്കലും നടക്കുകയില്ല. അങ്ങനെ ഒരു ജീവിതം ഇല്ല. നമ്മുടെ കൂടെയുള്ളവരുടെ കുറവുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കാനുള്ള കടമ നമുക്കുണ്ട്. അത് നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ ആരാ ക്ഷമിക്കുന്നത്? പുറത്താരെങ്കിലും ആണോ? നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും ആരാ ക്ഷമിക്കേണ്ടത്? മറ്റുള്ളവർ, നമ്മുടെ കൂടെയുള്ള ഭാര്യയുടെ, ഭർത്താവിന്റെ, സഹോദരങ്ങളുടെ കുറവുകളെ ആരാ ക്ഷമിക്കേണ്ടത്? അയൽപക്കത്തുള്ളവരാണോ? അല്ല, നമ്മളാ ക്ഷമിക്കേണ്ടത്. നമ്മൾ ക്ഷമിച്ചെങ്കിലേ മറ്റൊരാളോട് പറയാൻ പോലും പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതം, നമ്മുടെ കുറവുകളെ നമ്മൾ ആ കുറവുകൾ ഉൾക്കൊണ്ട്, നമ്മുടെ കൂടെയുള്ളവരെല്ലാം കുറവുള്ളവരാ. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും കുറവുള്ളതാണ്. ഈ കുറവുള്ളവരെ നമ്മൾ കരുതണം. നമ്മൾ കരുതുമ്പോഴാണ് ആ കുറവുകളോടുകൂടി അവരെ സ്നേഹിക്കുമ്പോഴാണ് അതിന് ഭംഗിയുള്ളത്. രോഗങ്ങളില്ലാത്ത ഭാര്യയെ എന്നാ മതി, അങ്ങനെ ഒന്നുണ്ടോ? പരാജയ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായി അവഗണിക്കപ്പെട്ടു പോയ മനുഷ്യരുണ്ട്. അവരെ വേണ്ട എന്ന് പറയുന്നതാണോ? ആ അവഗണിക്കപ്പെട്ട മനുഷ്യരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുമ്പോൾ, ആ കുറവുകളുള്ള മനുഷ്യരെ ചേർത്ത് നിർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് ചേർത്ത് നിർത്തിയാൽ മനസ്സിലാവും, തള്ളിക്കളഞ്ഞാൽ അത് മനസ്സിലാവുകയില്ല. തള്ളിക്കളയുമ്പോഴാണ് നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകളെല്ലാം വരുന്നത്. നമ്മുടെ മുമ്പിലുള്ള ഈ മനുഷ്യരൊക്കെ ആത്മഹത്യ ചെയ്തു പോകുന്നത് എന്തുകൊണ്ടാ? അവരൊക്കെ ഓരോ വാതിലുകൾ തട്ടി അടയ്ക്കുമ്പോൾ ശ്വാസം മുട്ടി പോകുന്ന, ശ്വാസം മുട്ടി പോകുമ്പോ നമ്മളെല്ലാം ഓരോ വാതിലുകൾ ഇങ്ങനെ അടച്ചടച്ച് വിടുകയാണ്. മനുഷ്യന് ഒരു ആശ്വാസമെങ്കിലും കിട്ടിയാല് മനുഷ്യൻ തിരിച്ചു വരും. ഈ ആത്മഹത്യ ചെയ്തവരുടെ അതിൽ നിന്ന് അതിജീവിച്ചു വന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അതിലെ ഒരു സംഭവം മാത്രം പറയാം. 2004 വയനാട്ടിൽ ബത്തേരിയിൽ നടന്ന ഒരു 3 കുഞ്ഞുങ്ങൾ, ഷാജി, ജോഷി, ഷിജോ, 3 കുഞ്ഞുങ്ങൾ 15, 16,
15, 14, 12 വയസ്സുള്ള 3 ആൺകുട്ടികളുടെ. ഇവര് 3 പേര് അവർക്ക് 2004 കാലഘട്ടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ അപ്പനും അമ്മയും തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുക. അവർക്ക് വരുമാനം കണ്ടെത്തി അവർക്ക് ഭക്ഷണം കൃത്യമായിട്ട് എത്തിക്കാൻ ഈ അപ്പനും അമ്മയ്ക്കും കഴിഞ്ഞില്ല. അവർ തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോകും. കിട്ടുന്ന എന്തെങ്കിലും ജോലിയുടെ കാഠിന്യം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കടം കിട്ടാനുള്ളതുകൊണ്ടോ ഭക്ഷണത്തിന് അവർക്ക് തുച്ഛമായിട്ടുള്ളത് കിട്ടിയുള്ളൂ. ഈ 3 ആൺകുട്ടികളാണ്. അവര് 3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക. ഈ 3 കുട്ടികൾ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇരിക്കാൻ പറ്റാതെന്നും അവർ വെളിയിറങ്ങിയപ്പോൾ കുറച്ചപ്പുറത്ത് ഒരു വീട് പൂട്ടിക്കിടപ്പുണ്ടായിരുന്നു. അവരുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വീടാണ്. ആ വീട് പൂട്ടിക്കിടക്കും. ഇത് വയനാട്ടിൽ ബത്തേരി കുളത്തുവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന സംഭവം. ആ പൂട്ടിക്കിടന്ന വീട്ടിൽ ഇവർ കയറി തപ്പി കിട്ടിയപ്പോൾ കുറച്ച് എണ്ണ കിട്ടി, ഒരു പപ്പടം കിട്ടി. അവരെ പപ്പടം വറുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ചുറ്റുപാടുള്ള ആൾക്കാർ നോക്കിയപ്പോൾ പൂട്ടിക്കിടക്കുന്ന വീട്ടിൽ നിന്ന് പുക വരുന്നു. അവര് അന്വേഷിച്ചപ്പോൾ പോലീസുകാരെല്ലാം വിളിച്ചുകൊണ്ട് പോയി വീട് വളഞ്ഞു. കള്ളനെ പിടിക്കണം കയ്യോടെ. അവര് പോയി വീട് വളഞ്ഞു. പിടിച്ചപ്പോൾ 3 പേരാ. അവർക്ക് സംസാരിക്കാൻ ഈ മക്കൾക്കൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടു. അവർക്ക് അപമാനഭാരം ഏറെയായി. കാരണം അവരെ ഉപദ്രവിച്ചൊന്നുമില്ല, കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു, വിട്ടു. പക്ഷെ അവർ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ വഴക്ക് പറഞ്ഞു. അപ്പൻ ശകാരിച്ചു. പിന്നെ ഈ 3 പേരും കൂടെ ആലോചിച്ച് എന്തോ ചെയ്യുന്നു. അവർ പറഞ്ഞു നമുക്ക് നാട് വിടാൻ പോയി ഒരുത്തിനോട് പൈസ ചോദിച്ചപ്പോൾ കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ 3 പേരും ആലോചിച്ചാണ് തേയിലച്ചെടിക്ക് കളിക്കുന്ന കീടനാശിനി ഉപയോഗിക്കുക. അങ്ങനെ അവർ 3 പേരും കൂടെ ആലോചിച്ചു എടുത്ത് തീരുമാനിച്ചു. അങ്ങനെ അവർ അത് കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ അനുഭവം പറയുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് അവരത് അവരെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ടെത്തി കൽപ്പറ്റ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഈ 2ാമത്തെ മകൻ ജോഷി എന്ന് പറയുന്നവന് അവൻ മാത്രം സർവൈവ് ചെയ്തു. ബാക്കി 2 പേര് ജീവിച്ചോയെന്ന് അവൻ അറിഞ്ഞത് പിന്നീട് അവനെ കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴാണ് തൻ്റെ മൂത്തയാളും ഇളയ സഹോദരനും ഇല്ല എന്ന് അവൻ അറിയുന്നത്. അപ്പോഴത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഈ പിള്ളേർ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയില്ല. ഇവരെ പിന്നെ കൊട്ടാരക്കര ആശ്രയ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെത്തി. അവിടെ വെച്ച് അവൻ പറയുന്ന വിവരങ്ങളാണ്. അവൻ പറഞ്ഞു ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല. അന്നേരം പൈസ കിട്ടിയില്ല. നാട് വിടാൻ നോക്കിയപ്പോൾ പൈസ കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് ചെയ്തു. കഴിഞ്ഞ് അവൻ അതിനെ പറയുന്നതിന്റെ അവസാനം പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ, ഒരിക്കലും ചെയ്യുകയില്ല. അന്നത് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ നിർത്തുക. അതായത് നമ്മൾ ഓർത്തോണം, ഈ ഓരോ വാതിലുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൊട്ടി അടയ്ക്കപ്പെട്ടു പോകുമ്പോൾ മനുഷ്യർ ചെയ്തു പോകുന്ന, അല്ലാതെ ആഗ്രഹം ഉണ്ടായിട്ട് ഏതൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് ബോധമില്ലാതെ ഈ മയക്കുമരുന്ന് എന്നൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ മനുഷ്യൻ ചെയ്യും. അത് പൊക്കോട്ടെ. അല്ലാത്തത് ഇങ്ങനെ. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായ ജീവിതമാണ്. ഈ ഒരു ജീവിതം നമ്മുടെ മുമ്പിൽ ഇരിക്കുക. ആ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവരോട് കരുണയോടെ, സ്നേഹത്തോടെ, അലിവോടെ പെരുമാറാൻ നമ്മൾ ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ ഇനി എന്നാ കഴിയുന്നത്? ഈ 50കളും 60കളുമായി ഇനി എന്നാ? ഈ 60കൾ വരെ നമ്മൾ ജീവിച്ച ജീവിതത്തിൽ കുറ്റങ്ങളും കലഹങ്ങളും തർക്കങ്ങളും എല്ലാം അതേ ഉണ്ടായിരുന്നുള്ളൂ. കിട്ടാത്ത ഭക്ഷണവും കിട്ടാത്ത പെരുമാറ്റങ്ങളും അസഹ്യമായത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഒരു ലോകത്ത്, ഒരു ഭവനങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ എല്ലാം മുറികളുടെ ഭിത്തികളുടെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങുക, ആരും പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ വിങ്ങുന്ന ഒരു ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ മനുഷ്യൻ ഇനിയും തിരിച്ചറിയണം, നമ്മുടെ കൂടെയുള്ളവർ കുറവുള്ളവരാ. പക്ഷെ ഈ കുറവുള്ളവരെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ മറ്റാരാ സ്നേഹിക്കുന്നത്? ആ കുറവുള്ളവരെ നമ്മൾ സ്നേഹിക്കണം. അവരവരുടെ പ്രിയപ്പെട്ടവരെ കരുതണം. ആ കുറവുകളെ വിളിച്ചു പറയാൻ എളുപ്പമാണ്. നമുക്കൊരാളെ എളുപ്പമാണ് ഉപദേശം എന്ന് പറയുന്നത്, അല്ലേ? ചെലവൊന്നുമില്ല. നീ ഇങ്ങനെ ചെയ്താൽ മതി, ഒരിക്കലുമല്ല. നമ്മൾ ഓർത്തോണം, ഉപദേശം എന്ന് പറയുന്നത് നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്ന ഒന്നാ. നമ്മൾ ഒളിച്ചോടാൻ ചെയ്യുന്ന. മനുഷ്യൻ നന്നാണെങ്കിൽ അവനെ ഒന്ന് തൊട്ടാൽ മതി. മനുഷ്യൻ ഏറ്റവും കൂടുതൽ അവനെ തൊന്ന് സ്പർശിച്ചാൽ മതി, അവന്റെ ആ ഒരു കെട്ടിൽ നിന്ന് അവൻ പുറത്തു വരും. നമുക്ക് അതുപോലും തൊടുന്നില്ല. നമ്മുടെ മക്കളെ, ഭാര്യ അല്ലെങ്കിൽ അപ്പനെ അമ്മയെ സ്നേഹത്തോടെ തൊട്ടിട്ടുണ്ടെങ്കിൽ പല തർക്കവും അങ്ങ് മാറിക്കിട്ടുമെന്ന്. നമ്മളും തൊട്ടാൽ മതി. ഈ സ്നേഹമൊക്കെ എന്ന് പറയുന്നത് ഒന്ന് പൊട്ടിയാൽ ഒന്ന് ഉറവ് പോലെ.
അത് നമ്മളത് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മുടെ അപ്പനും അമ്മയും തൊട്ടാൽ മതി, അവരുടെ പറയുന്ന ആക്രോശങ്ങളും തർക്കങ്ങളൊക്കെ നമുക്ക് തോന്നും. കാരണം അവർ ജീവിച്ച കഷ്ടപ്പാടിൽ നിന്ന് അവരുടെ ജീവിതം പരിക്കനായി പോയതാ, അല്ലാതെ അവർ നമ്മളെ കൊണ്ട് പരിക്കനാക്കിയതല്ല. അവർ ജീവിച്ച കഷ്ടപ്പാടുകളിൽ അവർ പരിക്കനായ ജീവിതമായി പോയി അവരുടെ. കാരണം അവർ ജീവിച്ച സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ജീവിച്ച അവർക്ക് ഇന്ന് ജീവിക്കുമ്പോൾ നമുക്കതൊക്കെ അരോചകമായിട്ട് തോന്നും. പക്ഷെ നമ്മൾ അതൊക്കെ മറക്കുവാനിടയാണ്. നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമാണ്. അതുകൊണ്ട് ഈ യോനായ പ്രവാചകൻ ജീവിച്ച ജീവിതമല്ല നമ്മുടേത്. മറ്റു മനുഷ്യർ നമുക്കിത് കാണിച്ചു തരുന്നുണ്ട്. ആ നിനിവയിലെ ജനങ്ങള് ജീവിതത്തെ തിരുത്തിയത് എങ്ങനെയാ? വീണ്ടും ഉണ്ട്, ഇതിന്റെ സമയം അവസാനിക്കുക. തിരുത്തിയത് എങ്ങനെയാ? ഞാനത് പറഞ്ഞു നിർത്തിയിരുന്നത് കൊണ്ട് നിർത്തുകയാണ്. ബാക്കി വീട്ടിൽ പോയി വായിച്ചാൽ മതി. തിരുത്തിയത് എങ്ങനെയാ? അന്ന് തന്നെ, ഉടനെ തന്നെ ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അന്ന് തന്നെ തിരുത്തണം. നാളെയല്ല, മറ്റന്നാളല്ല, അല്ലെങ്കിൽ എനിക്ക് സമയം ഉണ്ടാകട്ടെ, പൈസ ഉണ്ടാകട്ടെ എന്നല്ല. ഒരു കാര്യം തെറ്റാണെന്ന് ആ ജനത്തിന് ബോധ്യപ്പെട്ടു. നിനിവയിലെ ജനത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അവർ അന്ന് തന്നെ അത് തിരുത്തി. ആ തിരുത്ത് നമുക്ക് കഴിയണം. നമ്മുടെ വീട്ടിലൊരു കുറവുണ്ട്, ഒരു തെറ്റുണ്ട്, നമ്മുടെ മക്കളെ തിരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തിരുത്തണം, പരസ്യമായിട്ടല്ല. നമ്മുടെ വീട്ടിൽ തിരുത്തണം. വീട്ടിൽ തിരുത്തി കഴിഞ്ഞാൽ അത് മാറാവുന്നതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞാൽ നമ്മളൊരു സ്നേഹത്തോടെ ഇടപെട്ടുള്ള മക്കളാണെങ്കിൽ ആ സ്നേഹത്തിന്റെ വലയം ഭേദിച്ച് പോവുകയില്ല, അവർ തിരിച്ചു വരും. അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം നമ്മുടെ കയ്യിലുണ്ട്. തിരുത്താൻ കഴിയുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. തിരുത്താത്ത ഒരു ജീവിതവും നമുക്കില്ല. തിരുത്താൻ കഴിയും. നമ്മുടെ ഈ ജീവിതമെല്ലാം തിരുത്താൻ കഴിയുന്ന ഒന്നാണ്. ദൈവം അങ്ങനെയാ മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ ഭൂമിയിലെ എത്രയോ മനുഷ്യർ നമ്മൾ വായിച്ചിരിക്കുന്ന ഈ പുസ്തകങ്ങളില് മോശയെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യമുണ്ടാകുന്ന ഒരു മനുഷ്യനാണ് ഈ യോനായി. അതുപോലെയാ. ആ ഭാഗത്തോട്ട് എത്തുമെന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ പറയാം. യോന എല്ലാം ദേഷ്യപ്പെടുന്ന മനുഷ്യനാണ്. ദൈവമേ, ഞാൻ ദേഷ്യപ്പെടും, എനിക്ക് കോപിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്ന മനുഷ്യനാണ് യോന. മോശ അങ്ങനെ ദേഷ്യപ്പെട്ട ഒരു മനുഷ്യനാണ്. അവൻ തെറ്റ് ചെയ്തു, ഒരു മനുഷ്യന്റെ ജീവൻ അപഹരിക്കേണ്ടി വന്നു. പക്ഷേ ആ ജീവിതത്തെ എല്ലാം തിരുത്തി മോശ ആ ജീവിതത്തെ തിരുത്തി. പിന്നീട് ആൾക്കാർ തനിക്കെതിരെ ഇന്ന് മുഴുവൻ കുറ്റം പറഞ്ഞിട്ടും മോശ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ജീവിതത്തെ തിരുത്താൻ കഴിയണം. നമുക്കെല്ലാം തിരുത്താനുള്ള സാധ്യതയുണ്ട്, നമ്മൾ അതിന് മെനക്കെടുന്നില്ല എന്നേ ഉള്ളൂ. തിരുത്താൻ നമുക്ക് കഴിയും. ആ ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആ ജീവിതം കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ യോനാ പ്രവാചകൻ പറയുന്ന വാക്കുകൾ മാത്രമല്ല, യോനയുടെ മറുപടി കേട്ട് തിരുത്തിയ ജനമാണ് നമ്മുടെ മുമ്പിലുള്ള മാതൃക. അവര് ജീവിതത്തെ തിരുത്തി അവരുടെ മുമ്പിലുണ്ടായിരുന്ന ആ തെറ്റിനെ കണ്ട് അവർ അനുദപിച്ചു എന്ന് എങ്ങനെ അവർക്ക് മനസ്സിലായത്? ദൈവം കണ്ടു. അനുദപിച്ചു എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുകയല്ല, അനുദപിച്ചു എന്ന് ദൈവം കണ്ടു. അവസാന വാചകത്തിലുണ്ട്, 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ചു, അവർക്ക് അത് വരുത്തിയതുമില്ല. ദൈവവും അനുദപിച്ചു, അവർക്ക് അവരെ ഇത് ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പോ ദൈവത്തിന് മാറ്റമുണ്ടാകാം. നമ്മൾ യഥാർത്ഥത്തിലുള്ള മനുഷ്യനാണെങ്കിൽ, യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ മനുഷ്യരോട് സ്നേഹമുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ കരുണയുണ്ടെങ്കിൽ, ദൈവവും നമ്മുടെ വാക്കുകൾക്ക് നമ്മൾ നശിപ്പിക്കുന്നു പറഞ്ഞതിനെ മാറ്റാൻ കഴിയും. നിനിവെ നശിപ്പിക്കുമെന്ന് പറഞ്ഞതാ, ഉന്മൂലനം എന്ന് പറഞ്ഞാ തുടങ്ങിയത്. അത് മാറ്റാൻ ദൈവത്തിന് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ദൈവത്തിന് തന്റെ വാക്കിനെ ദൈവത്തിന് തന്നെ മാറ്റാൻ കഴിയത്തില്ലേ? പറ്റും. നമ്മൾ തിരുത്തിയാൽ മതി. നമ്മൾ തിരുത്തി കഴിഞ്ഞു ദൈവത്തിന് ബോധ്യം വന്നാൽ അത് തിരുത്താൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ലഭിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു നാളുകൾ. ഈ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരങ്ങളുണ്ട്. ഈ യോനാ പ്രവചന പുസ്തകം വീട്ടിലിരുന്ന് വായിക്കണം. അതിന്റെ ഭാഗങ്ങളുണ്ട്. അതിന്റെ ഒരു കാര്യം മാത്രം ഞാൻ അവസാനിപ്പിക്കുക. ഇതിന്റെ ഒരു ചുരുക്കം, ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിലവിളിയും പ്രാർത്ഥനയും മാത്രമല്ല, നമ്മുടെ ദുഷ്ടതയും ദൈവസന്നിധിയിൽ എത്തുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം. പിന്നീട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യങ്ങളൊന്ന്, നമ്മളെക്കാൾ മറ്റുള്ളവര് ശ്രേഷ്ഠരാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ കുറവുകളെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം വരുമ്പോൾ കോപിക്കുകയല്ല, അവിടെ തിരുത്തുകയാണ് വേണ്ടത്. ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരുത്തണം, അന്ന് തന്നെ നമ്മൾ തിരുത്തണം. ഏറ്റവും അവസാനം ഈ വാചകം അവസാനിക്കുന്നു അങ്ങനെ. കർത്താവ് പറയുന്നുണ്ട്, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം 41-ാമത്തെ വാക്യം, നിനിവയിലെ ജനം ന്യായവിധിക്ക് ഒന്നിച്ചെഴുന്നേറ്റ് ഈ തലമുറയെ മുഴുവൻ ന്യായം വിധിക്കുമെന്ന് പറയുന്നു.
നിനിവയിലെ ജനം ഒന്നിച്ചെഴുന്നേറ്റ് ഈ തലമുറയെ മുഴുവൻ ന്യായം വിധിക്കും. എന്തുകൊണ്ടാ? ഈ നിനിവയിലെ ജനം മുഴുവൻ അനുദപിച്ചു, ഒറ്റ ദിവസം കൊണ്ട് അനുദപിച്ചു. ഇന്നും അനുദപിക്കാത്ത നമ്മളെ പോലെയുള്ളവരുള്ളിടത്ത് നമ്മളെ ന്യായം വിധിക്കാൻ ഈ നിനിവയിലെ ജനം എഴുന്നേൽക്കും. നമ്മൾ ഓർത്തുകൊള്ളുക, ഈ നിനിവയിലെ ജനം നമ്മളെ കാത്തിരിപ്പുണ്ട്, നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട് ന്യായം വിധിക്കാൻ. അവിടെ എത്തിച്ചേരേണ്ട ആ ന്യായവിധിക്ക് എങ്ങനെ അഭിമുഖീകരിക്കണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ് നമ്മെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. കാരുണ്യവാനായ ദൈവമേ, യഥാർത്ഥ അനുതാപവും മനസ്സിനുള്ള ബോധ്യവും ഞങ്ങൾക്ക് തരണമേ. കരുണയോടെ ക്ഷമയോടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ ഞങ്ങളെ ഇടയാക്കണേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തെറ്റുകളെ കുറിച്ചുള്ള ബോധ്യം വരുത്തണമേ. തെറ്റിനെ തിരുത്തുവാൻ, യഥാസമയം തന്നെ തിരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കുറവുള്ള ഞങ്ങളുടെ ജീവിതത്തോടെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സമർപ്പിക്കുന്നു. എന്നേക്കും തന്നെ. ആമേൻ.